ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ ആദർശ് ഇങ്ങനെ അനിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് നിനക്കൊരു കൂസലുമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ, അതായത് അനിയുടെ മുഖം കണ്ടിട്ട് ഒരു ടെൻഷനും തോന്നാത്തത് കണ്ടിട്ട് ആദർശ് ചോദിക്കുകയാണ് അനിയോട്, നിനക്കൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇനി നീ പ്രാർത്ഥിച്ചിരുന്നോ, ഇത് മുടങ്ങാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ അനി ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടൻ എന്താ ഇത് ഇടയ്ക്കിടെ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ പോലീസ് വിളിക്കുകയും CM ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റും, പേടിക്കേണ്ട, ഞങ്ങൾ ഇന്ന് തന്നെ എന്തായാലും കണ്ടെത്തും എന്നുള്ള ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ആദർശിന്. ഇത് കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് അനിയോട്, നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അനന്തപുരിയിലെ മരുമകളായി അനാമികയെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിനക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ഥാനം എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഉണ്ടാവും. ഞങ്ങളെയൊക്കെ കല്യാണം കഴിഞ്ഞത് കാര്യങ്ങൾ നീ അറിയാലോ, ഞാൻ പെണ്ണിനെ കാണാതെയാണ് കല്യാണം എൻ്റെ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അനിയോട് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, പെണ്ണിനെ കണ്ടില്ലെങ്കിലും ഏട്ടത്തിയെ പോലൊരു നല്ല പെൺകുട്ടിയെ ഏട്ടന് വേറെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അനി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശന് അതിനൊന്നും ഒരു ഉത്തരം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ല കുട്ടിയാണ് ഏട്ടത്തിയെ പോലൊരു നല്ല പെൺകുട്ടിയെ ഏട്ടനിനി വേറെ കിട്ടുകയില്ല. ഇവിടുത്തെ കാര്യങ്ങളും ആദർശേട്ടൻ്റെ കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുന്ന ആളാണ് നാനേടത്തി എന്നും. അപ്പോൾ നിങ്ങളുടെ കല്യാണം ഇങ്ങനെ കഴിഞ്ഞതിൽ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആദർശനോട് അനി. ഇതിനിടെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഏടത്തിയെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട്, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഗതിയൊന്നും ഇനി നിനക്കുണ്ടാവരുത്. ഏതായാലും നിൻ്റെ അമ്മ അനാമികയെ സ്വന്തം മരുമകളായി കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയുകയും, ഏതായാലും നീ ഒന്ന് വിളിച്ചു വെക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോൺ വിളിച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അനി. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളി ഫോണും എടുക്കാതെ വണ്ടിയും അവിടെ വെച്ച് എവിടേക്കാണ് പോയത് എന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് അനി. തുടർന്ന് കാണിക്കുന്നത് ജാനകി ഇങ്ങനെ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ജലജയും ദേവയാനിയും ഒക്കെ വരികയും കാര്യങ്ങളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എവിടെയാണ് പോയത് എന്നും നന്ദുവിനെയാണല്ലോ അവൾ അവസാനമായിട്ട് വിളിച്ചത് എന്നും നന്ദു അങ്ങോട്ടേക്കും വിളിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇതിലെന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ കല്യാണത്തിൻ്റെ അന്നേ പോവൂ എന്നും പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളിലിരിപ്പ് എന്ന് ആർക്കറിയാം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും മുടങ്ങണേ എന്നുള്ള രീതിയിൽ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ജലജ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് നമ്മുടെ കനക അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കനക അവിടേക്ക് വരികയും, കണ്ടോ, അപ്പോൾ ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ അവളെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ ഒളിഞ്ഞിരുന്നൊന്നും കേട്ടതൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കനക ഇങ്ങനെ എല്ലാവരും ക്രൂശിക്കുകയും ഒക്കെ പറയുന്നുണ്ട്, നിനക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം കാണില്ല, നിനക്ക് രണ്ട് മക്കളുടെ ഒരുമിച്ച് മൂന്നാമത്തെ ആളെ ഇവിടെ കയറ്റാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, നിനക്ക് പിടിക്കില്ല, നിനക്ക് രണ്ട് പെൺകുട്ടികളുടെ മേലെ ഒരവൾ വരുന്നത് നിനക്കിഷ്ടാവില്ല, അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ കനക ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഇതൊക്കെ മുടക്കുന്നത്, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ പറയുകയും, അങ്ങനെയാണെങ്കിൽ നിന്റെ മോൾ എന്തിനാ അവളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഒരു പരിഭ്രാന്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല, എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കും, അനാമിക മോള് നന്ദുവിനെ വിളിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ല കനക, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, അതായത് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിച്ചതായിരിക്കും നന്ദുവിനെ എന്നാണ് പറഞ്ഞത്.
തുടർന്ന് കാണിക്കുന്നത് അതിനു മുന്നേ അവർ രണ്ടുപേരും, അതായത് ദേവേനും ജലജയും പോയ ശേഷം കനകയും ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ കൈ പിടിച്ചു വെച്ച് ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്റെയും മക്കളുടെയും മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത് മുടക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നിന്റെ മനസ്സിൽ നിനക്കുണ്ടാവും മൂന്നാമതൊരാളെ കൂടി നിനക്ക് ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള പ്ലാൻ ആണോ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കനക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നവ്യ മോളായാലും നയന മോളായാലും ഒക്കെ ഈ ബന്ധത്തിന് എതിർക്കുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കല്യാണത്തിനൊട്ടും ആഗ്രഹിക്കുന്നില്ല, അനാമികമായിട്ടുള്ള ബന്ധം നടക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കനക. പക്ഷെ ജാനകി ദേഷ്യത്തോടെ ഇങ്ങനെ കനകയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കാണിക്കുന്നത് നയനയും നന്ദും കൂടി തിരക്കി ഇറങ്ങുമ്പോൾ അവിടെ അനാമികയുടെ കാറ് നിർത്തിയിട്ട് വെച്ച സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ആ കാറിൻ്റെ തൊട്ടടുത്തുള്ള പരിസരത്തുള്ള വീട്ടിൽ ക്യാമറ വെച്ചത് കണ്ട് അവരവിടെ അന്വേഷിച്ചിറങ്ങാൻ വേണ്ടി പോവുകയായിരുന്നു. നോക്കുമ്പോൾ അനാമികയുടെ ഫോൺ കാറിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാത്തത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് പോവുകയും ആ ചേച്ചിയോട് ഞങ്ങളുടെ അനിയത്തിയെ കാണുന്നില്ല, ഒന്ന് ഇവിടുത്തെ CCTV പരിശോധിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനന്തപുരിയിലെ കൊച്ചുമകൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറ, അതാ നിന്നെ എവിടെ കണ്ട പോലെ അതൊക്കെ പരിചയം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചു. അങ്ങനെ അവർ അകത്തേക്ക് പോവുകയും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവർ കാണുകയും ചെയ്യുന്നുണ്ട്, അനാമികയെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു ഇറങ്ങാൻ നേരം ഇങ്ങനെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, അനിയത്തി കിട്ടിയതിനാൽ ഈ വഴി പോകുമ്പോൾ ഒന്ന് കയറണേ മോളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് നന്ദി പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി. നയനയും നന്ദും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വഴിയിലൂടെ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാരോട് ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു, ആ വണ്ടി കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതായത് അനാമിക തട്ടിക്കൊണ്ടുപോയ ആ വണ്ടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അനന്തപുരിയിൽ വെച്ച് വല്യച്ഛനും അച്ഛനും ആദർശം ഇരുന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്താ പറയുക, ഈ കല്യാണത്തിനാകെ ദുശകനങ്ങളാണെന്നും ഒക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ നയനെ പോലെയൊന്നും അല്ല അനാമിക എന്നൊക്കെ പറയുകയും അവർ ജീവിച്ച് വന്ന സിറ്റുവേഷൻ വേറെയാണ് എന്നൊക്കെയും അടുക്കള പണി ചെയ്യാൻ ഒന്നും അനാമികയ്ക്കൊന്നും ആവില്ല, നയനെ പോലെയൊന്നും ആവില്ല, അപ്പോൾ നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനാമിക എന്നെ കാണാത്തൊക്കെ വിവരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് അനി വരികയും അനിയുടെ താല്പര്യമില്ലായ്മ കണ്ട് അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾക്ക് വേറെ ഏതെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്ന് പറയുമ്പോൾ ആദർശ് ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു ബന്ധവും ഇല്ല, നിനക്ക് താല്പര്യമില്ലെങ്കിലും അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അവരല്ലേ താല്പര്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് ആലോചിച്ച് വന്നത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയനയും നന്ദും ഇങ്ങനെ തീവ്രമായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓട്ടോക്കാരോടും അന്വേഷിക്കുന്നുണ്ട്, പകുതിക്ക് വെച്ചൊക്കെ ഇങ്ങനെ ഫോണിൽ വണ്ടിയുടെ ഫോട്ടോ കാണിച്ചിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദു ഇങ്ങനെ ആ വണ്ടി, അതായത് സെയിം വണ്ടി ഇങ്ങനെ അഴിയത്തൂടെ പോകുന്നത് കണ്ടു. അങ്ങനെ അവർ എന്നാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നീ വിട്, ആ വണ്ടിയിലല്ലേ അനാമിയെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ വിട് എന്ന് പറഞ്ഞവർ അവിടെ ഇരുന്ന് ഒരുമിച്ചിട്ട് ആ വണ്ടിയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അനാമികയുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് വളരെയധികം ടെൻഷനിലാണ്, കുട്ടിയെ കാണാത്തുള്ള ടെൻഷനിലാണ്. അങ്ങനെ അനാമികയുടെ അമ്മ ഇങ്ങനെ ചൂടാവുന്നുണ്ടായിരുന്നു, അതായത് അച്ഛനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുമായിരുന്നു, ഇങ്ങനെ വരുത്തിവെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മോൾക്ക് വെച്ച സ്വർണം എടുത്ത് സ്വർണ്ണം എടുത്ത് കുറച്ച് കടങ്ങൾ തീർക്ക്, എന്നാൽ പിന്നെ അവളെ തിരിച്ചു തരുമല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കല്യാണത്തിന് അപ്പോൾ
എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അതിപ്പോൾ ബാക്കി സ്വർണം വെക്കാം, ബാക്കി നമുക്ക് മുക്കുവണ്ടങ്ങൾ വെക്കാം, സ്വർണം പോലെ തോന്നിക്കുന്ന മുക്കുവണ്ടങ്ങൾ വെക്കാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, സ്വർണത്തിൻ്റെ നടുവിലിരിക്കുന്ന അവർക്ക് മുക്കുവണ്ടങ്ങൾ കണ്ടാൽ തിരിച്ചറിയാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയാൾ ആണെങ്കിൽ ഒരു ദുഷ്ടനാണ്, പോയ പോലെ തിരിച്ചു വരുമെന്ന് എന്താ ഉറപ്പുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ സാരമില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പ്രശ്നം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി. എന്താ പറയുക, തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ അനാമിക ഇങ്ങനെ കെട്ടിയിട്ട അവസ്ഥയിൽ ഇങ്ങനെ കാണിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അനന്തപുരിയിൽ കയറി ചെല്ലാനുള്ള മോഹമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ച സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അനാമിക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം.